തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സ്ത്രീയെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമം. പെരിങ്കടവിള സ്വദേശി ജെ ഷിബു ആണ് അയൽവാസിയായ വത്സലയെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. മദ്യലഹരിയിൽ വീട്ടിൽ ആളില്ലാത്ത സമയത്തായിരുന്നു ആക്രമണം. കുഴഞ്ഞു വീണ വത്സല ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഷിബുവിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൊല്ലത്ത് റോഡിന്റെ മധ്യഭാഗത്ത് നിന്നിരുന്ന ആൽമരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മരത്തിന്റെ ശിഖരം വീണ വൈദ്യുതി പോസ്റ്റും തകർന്നു. മരം വീണതിന് പിന്നാലെ പ്രദേശത്ത് വൈദ്യുതിയും ഗതാഗതവും തടസ്സപ്പെട്ടു. തുടർന്ന് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വയനാട്, മലപ്പുറം, പാലക്കാട്, എറണാകുളം, തൃശൂർ, ഇടുക്കി ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. നാളെ ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിട്ടാണുള്ളത്. 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വയനാട്, മലപ്പുറം, പാലക്കാട്, എറണാകുളം, തൃശൂർ, ഇടുക്കി ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. നാളെ ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വന്ദേ ഭാരത് ട്രെയിനിൽ ചോർച്ച. വാരണാസി ദില്ലി വന്ദേ ഭാരത് ട്രെയിനിലാണ് സംഭവം. AC-യുടെ തകരാർ മൂലമാണ് ചോർച്ചയെന്നാണ് റെയിൽവേ അധികൃതരുടെ വാദം. പാതിവില തട്ടിപ്പ് കേസ് CBI അന്വേഷിക്കണമെന്ന ആവശ്യവുമായി തട്ടിപ്പിനിരയായ സ്ത്രീകൾ രംഗത്ത്. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. രാഷ്ട്രീയ നേതാക്കൾക്കും പങ്കുള്ള കേസായതിനാലാണ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതെന്ന് വോയിസ് ഫോർ വുമൺ ഭാരവാഹികൾ പറഞ്ഞു. അന്വേഷണം തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിട്ടും കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അന്വേഷണ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് വോയിസ് ഫോർ വുമൺ ഭാരവാഹികൾ പറഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തിയ അടിയന്തരാവസ്ഥയ്ക്ക് ഇന്ന് 50 ആണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ രാഷ്ട്രീയ ഗതിയെ അടിയന്തരാവസ്ഥ 2ആയി തിരിച്ചു. കേന്ദ്രീകൃത അധികാരത്തിന് ഏകാധിപത്യമെന്നുകൂടി അർത്ഥമുണ്ടെന്ന് അടിയന്തരാവസ്ഥയിലൂടെ ലോകം കണ്ടു. ഏകാധിപത്യത്തിന്റെ ജനാധിപത്യ വിരുദ്ധതയുടെ അരനൂറ്റാണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത ഏട്. അടിയന്തരാവസ്ഥക്കാലത്തെ മറ്റെങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? ഒരർദ്ധരാത്രിക സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് മിഴി തുറന്ന രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ 30 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു അർദ്ധരാത്രിയിൽ അന്നത്തെ രാഷ്ട്രപതി